ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട്? സുഖന്നല്ലേ എല്ലാവർക്കും? അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മേഘങ്ങളടിയിൽ നിന്നൊന്ന് പുറത്ത് ചാടാൻ വേണ്ടി മല ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇന്നിപ്പോൾ മഴയാണോ വെയിലാണോ എന്നുള്ള കൺഫ്യൂഷനിലാണ് പ്രകൃതി തന്നെ. പിന്നെ നമ്മളെ കാര്യം പറയണ്ടല്ലോ. എന്തായാലും രാവിലെ കുറച്ച് ആ കിളികളെ കളകളാരവരൊക്കെ തെറ്റി കളകളാരവൊക്കെ കേട്ടിട്ടേ അങ്ങോട്ട് തുടങ്ങിയിട്ട് അങ്ങോട്ടാകാം എന്ന് വിചാരിച്ചു. ഇപ്പോ നാടും നഗരവും ഒക്കെ പന്തളിന്റെ ഭ്രമത്തിലാണല്ലേ. നമ്മളെ നാടും അങ്ങനെയൊക്കെ തന്നെ. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കൊടിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോ ഇല്ലേന്ന് എനിക്കറിയില്ല. അപ്പം ഇതാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ, പൊട്ടലും ബഹളമൊക്കെ ഉണ്ടായി. ഇതാ ഈ ഒരു ഫ്ലെക്സ് ആണ് കേട്ടോ അവിടെ തൂങ്ങിയിട്ടുണ്ടെങ്കിൽ. ഇതാണ് അജുവിന്റെ ടീം. കുഞ്ഞുട്ടിന്റെ ടീം അർജന്റീനയാണ് കേട്ടോ. പണ്ട് എല്ലാവരും അർജന്റീന ടീമേനി. പക്ഷെ അജിപ്പോൾ കുറച്ചൊക്കെ വലുതായപ്പോൾ ഓന് CR7 ആളായി. മറ്റുള്ളവർക്ക് രണ്ടാക്കും പ്രത്യേകിച്ച് ടീമൊന്നുമില്ല. ആരെ ജേഴ്സി കിട്ടുന്നു ഓല ആ ടീമാകും. ഞമ്മക്ക് പിന്നെ ആ വക ചിന്തയോ ഇല്ല. ഞമ്മക്ക് ടീമും ഇല്ല, ഒന്നുമില്ല. ഈ ഫുട്ബോള് ക്രിക്കറ്റ് ഇതിനോടൊന്നും ഒരു ഇതും ഇല്ലാത്ത ആളാണ് കേട്ടോ ഞാൻ. എനിക്ക് അങ്ങനത്തതൊന്നും ഞാൻ വല്ലാണ്ട് കാണൂല്ല. എന്തോ അതിനോടൊന്നും വലിയൊരു താല്പര്യം ഇല്ലാത്ത ആളാണ് ഞാൻ. ഞമ്മക്ക് ഈ അടുക്കളയും അതിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളും ആ ഒരു വൈബാണ് ഞമ്മക്ക്. ഞാന് രമണിയൊക്കെ കാണാൻ പോണതിന് മുന്നേ തന്നെ ഉപ്പുമാവാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അതിനുള്ളതൊക്കെ ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് ഏതോ ടീമിന്റെ പന്തളി നടക്കുന്നുണ്ട് കേട്ടോ. ഏതാന്ന് എനിക്കറിയില്ല. രാവിലെ തന്നെ കുഞ്ഞുട്ടി ചായ ഒക്കെ കുടിച്ച് പന്തളി കാണാൻ വേണ്ടിയിട്ട് പോയിക്കണേ. ഇവിടെ തൊട്ടടുത്ത് ക്ലബ്ബ് ഉണ്ട്. ആ ക്ലബ്ബിൽ ഇന്ന് ഇടയ്ക്ക് കൂക്കും വിളിയും ഒക്കെ കേൾക്കുന്നുണ്ട്. ഓരോ ഗോൾ അടിക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് സൗണ്ടും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി. കുറച്ച് നെയ്യും വെളിച്ചെണ്ണയും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നേക്ക് ഞാൻ കടുകാണ് പൊട്ടിച്ചത്. ഉഴുന്നുണ്ടെങ്കിൽ അതും പൊട്ടിക്കലുണ്ട് കേട്ടോ. അത് നല്ലൊരു ടേസ്റ്റാണ് ആ ഉഴുന്നും പൊട്ടി വരുമ്പോൾ. പിന്നെ സവാളയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഒന്ന് വഴണ്ടി വന്നപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്ത് റവ, ഇത് വറുക്കാത്ത റവയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊന്ന് വറുത്തിട്ട് വെള്ളമൊക്കെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു. എന്നിട്ട് ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ വെള്ളം ചേർത്തെടുത്തിട്ടുണ്ടായിരുന്നത്. വെള്ളം തൊട്ടപ്പുറത്ത് തന്നെ ഞാൻ ചായക്കുള്ള വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിന് കേട്ടോ. അതിൽ നിന്ന് എടുക്കുക, ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ഉപ്പുമാവ് ഞാൻ സെറ്റാക്കി എടുത്തിക്കണേ. അപ്പോൾ ചായ എടുക്കാനുള്ള സമയമായിട്ടില്ല. ചായ കുറച്ച് നേരം കഴിഞ്ഞിട്ട് കുടിച്ചാം. അതിൻ്റെ മുന്നേ ഞങ്ങൾക്ക് വേറൊരു സാധനം കാണിച്ചു തരാം കേട്ടോ. അഗാരോന്ന് പുതിയൊരാളെ നമുക്ക് എത്തിക്കണേ. ഇതാണ് അഗാരോന്റെ വാക്യൂം ക്ലീനർ കേട്ടോ. ഇത് പൊടിയൊക്കെ തട്ടിയെടുക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. അപ്പം പൊടി അലർജിയൊക്കെ ഉള്ളവർക്കേ നല്ലൊരു സാധനമാണ്. പൊടിയൊന്നും അങ്ങനെ പറക്കൊന്നുമില്ല. ഇത് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വലിച്ചെടുത്ത് ക്ലീൻ ചെയ്യുന്ന ഒരു സാധനമാണ്. 800 വാട്ട്സിൻ്റെയാണ് കേട്ടോ സംഗതി. ഇതിൻ്റെ ഓരോ സാധനങ്ങളും എന്തൊക്കെയാണ് ഏതൊക്കെയാണ് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മൾ കറണ്ടിന് കുത്തിയിട്ട് ഇങ്ങനെ പ്രവർത്തിപ്പിക്കുന്നതാണ്. അതിൻ്റെ കൂടെ പിന്നെ ഇങ്ങനെ കുറച്ച് വക ബ്രഷുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് ഇത് പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ ബാക്കിയുള്ള പ്രൊഡക്റ്റ് ഒന്നും പോലെയല്ല. കറണ്ടിന് കുത്തിവെച്ചിട്ട് പിന്നീട് പ്രവർത്തിപ്പിക്കുന്നതല്ല. ഇത് ഓൾറെഡി നമ്മളിതാ ഇത്രയും വലിപ്പമുള്ള കേബിൾ ഉണ്ട്. അത് വെച്ചിട്ട് ഇങ്ങനെ കുത്തിയിട്ട് നമുക്ക് കറണ്ടിന് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന സാധനമാണ്. പിന്നെ ഇതാണ് അതിൻ്റെ ഇത് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സാധനമുണ്ട്. അതിലാണ് പൊടി വന്നുകാണ്ട് ഇങ്ങനെ അടിഞ്ഞു നിൽക്കുക. പിന്നെ അത് നമ്മൾ ക്ലീൻ ആക്കുകയാണ് ചെയ്യുക. പിന്നെ ഇതിന് ഇങ്ങനെ 2 എക്സ്റ്റൻഷൻ ഉണ്ട്. അത് കുത്തി കൊടുത്തിട്ട് നമുക്ക് എവിടെയാണോ ചെയ്യേണ്ടത്, റൂമിലാണെങ്കിൽ ആ റൂമിലെ പ്ലഗിൽ കുത്തി കൊടുത്താൽ മതി. വയറ് കുറച്ച് നീളമുള്ളതുകൊണ്ട് നമുക്ക് വേണ്ടിടത്തൊക്കെ അതെത്തും. നമ്മൾ എവിടെയാണോ ചെയ്യണത് അതിൻ്റെ അടുത്ത് എവിടെയോ പ്ലഗ് ഉള്ളത് അവിടെ കുത്തിയിട്ട് നമുക്ക് ഇങ്ങനെ നീട്ടിയിട്ട് ഇതാ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഇത് മെയിനായിട്ട് നമുക്ക് യൂസ്ഫുൾ ആകുക ഈ ഒരു സ്ലൈഡിങ് വിൻഡോയും ഡോർസും ഒക്കെ അതിൻ്റെ ഇടയിൽ ഉള്ള സ്പേസിലൊക്കെ ഇങ്ങനെ ചളി നിൽക്കുമല്ലോ പൊടികൾ. ആ പൊടി ക്ലീൻ ചെയ്യാൻ പറ്റും. അതേപോലെ കാറ്, സോഫ അങ്ങനെയുള്ളതൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റും. ഇപ്പൊ വലിച്ചെടുത്ത ആളാരാന്നറിയോ? മഹാറാലയാണ് കേട്ടോ. മഹാറാല വരെ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നല്ല ഉഷാറായിട്ട് പോരും. നമ്മള് ഈ സോഫന്റെയും അതേപോലെ കാർ സീറ്റിന്റെ ഒക്കെ ഇട ക്ലീൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. അതിനാണ് ഈ ഒരു ബ്രഷ് ഉപയോഗിക്കുക കേട്ടോ. അതിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ
പൊടി ഇങ്ങനെ വലിച്ചെടുക്കുകയാണ് ചെയ്യുക. ഇത് നല്ല ഒരു ദമ്മിലിങ്ങനെ കാറ്റ് വരുന്നത് കൊണ്ട് ആ ഒരു കാറ്റിന്റെ പ്രഷറിൽ ഇങ്ങനെ പൊടി വലിച്ചെടുക്കുകയാണ്. പിന്നെ ഇടയ്ക്ക് ആ ഒരു സാധനം ഊരിയിട്ട് ക്ലീൻ ചെയ്യാട്ടോ. പിന്നെ ദാ ഈ ഒരു ബ്രഷാണ് അടുത്തതായിട്ട് നോക്കുന്നത്. ഈ ബ്രഷ് കാർപ്പറ്റ് അതേപോലെ തന്നെ സോഫന്റെ ഇടയല്ലാത്ത ബാക്കിയുള്ള സ്ഥലങ്ങള് അങ്ങനത്തെ ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റും. പിന്നെ കർട്ടന് അങ്ങനത്തതൊക്കെ ഇതായിന്നൊക്കെ ഇങ്ങനെ പൊടി വലിച്ചെടുക്കണ ആ ഒരു സാധനമാണ് ഇത്. പിന്നെ ഇതിന്റെ കൂടെ ഇതൊന്ന് നീട്ടിയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ ദാ ഇങ്ങനെ ഈ ഒരു സാധനം ഉണ്ട് കേട്ടോ. അപ്പൊ അത് വെച്ചിട്ടും നമുക്ക് ഇതേപോലെ ഇത് മഹാറാലിയും ഒക്കെ ഇതിന്റെ കൂടെ ഞാൻ ഈ മഹാറാലിയാണ് കേട്ടോ ഈ വെച്ചിട്ട് ഈ എടുക്കുന്നത്. മഹാറാലിയും ഒക്കെ ദാ അതേപോലെ ഇങ്ങനെ ആ ഒരു എടുത്തിട്ട് ചെല്ലുമ്പോൾ ആ പ്രഷർ കൊണ്ട് അതിൻ്റെ ഉള്ളിൽ വലിച്ചെടുക്കുകയാണേ. നമ്മൾ കൈയൊക്കെ നല്ലപോലെ ശ്രദ്ധിക്കണം കേട്ടോ. കൈയൊക്കെ ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ വലിച്ചെടുക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ കെയർ ചെയ്തിട്ട് ഉപയോഗിക്കുക. അതേപോലെ തന്നെ ഇതൊരു 15 മിനിറ്റ് പ്രവർത്തിപ്പിച്ചാല് പിന്നെ നമ്മളതൊന്ന് ഓഫ് ചെയ്തിട്ട് കുറച്ച് സമയം അതൊന്ന് അതിനൊന്ന് റെസ്റ്റ് കൊടുത്തിട്ട് പിന്നീട് ചെയ്യാം. ഒരുപാട് ടൈം 15 മിനിറ്റിൽ കൂടുതൽ ഇതിങ്ങനെ ഹീറ്റ് ആക്കിയിട്ട് വെക്കരുത്. അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ നമ്മൾ ഡ്രൈ ആയ സ്ഥലത്താണ് അധികം ഇത് ക്ലീൻ ചെയ്യാൻ പറ്റുക. നനവുള്ള സ്ഥലത്ത് ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടാവും ട്ടോ. അപ്പം അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ കാണുന്നുണ്ടോ, അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പൊടി വന്ന് കയറി ആ ഒരു നമ്മളെ ആ ഒരു നെറ്റ് ഉണ്ടല്ലോ, ആ നെറ്റ് മൊത്തം വെള്ള കളറേനു. അതിന്റെ കളർ ഇപ്പൊ നിങ്ങൾ കണ്ടോ? എന്താ അതിന്റെ കോലം? ഇല്ല, മാറാലിയും മുടിയും എല്ലാതും അതിനുള്ളത് വലിച്ചിങ്ങോട്ട് എടുത്തിക്കണ കേട്ടോ. അപ്പൊ അതായത് ഇതിന് ഈ സാധനം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. നല്ലോണം തട്ടി കുറഞ്ഞിട്ട് ഇത് നമുക്ക് വെള്ളത്തിൽ കഴുകി എടുത്തേക്കാൻ പറ്റും കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ ഒന്ന് തോത്തി തുടച്ചാൽ മതി. അതിന്റെ ആ ബേസ് ഒന്നും കഴുകാൻ പറ്റൂല. മോട്ടർ ഉള്ളതുകൊണ്ട് കഴുകിയാൽ പിന്നെ അത് നമുക്ക് ഒന്നിനും പറ്റൂല. അപ്പൊ ഇത്രയും പൊടിയാണ് ഇന്നിപ്പോ നീന്ന് തട്ടിക്കുറഞ്ഞ് എടുത്തിട്ടുണ്ടായിനിയത് കേട്ടോ. പിന്നെ ഈ സാധനം ഞാൻ പറഞ്ഞില്ലേ, ഈ നെറ്റിന്റെ സാധനം നമുക്ക് നല്ലപോലെ കഴുകിയിട്ട് ഉണക്കിയിട്ട് എടുത്തേക്കാൻ പറ്റും. ബാക്കിയുള്ളവരൊക്കെ നമുക്ക് തുടച്ച് എടുക്കാട്ടോ. അപ്പൊ ഇനി ഞാനൊരു ഡ്രൈ ആയിട്ടുള്ള തുണിനെ എടുത്തിട്ട് ഒന്ന് ഇതിന്റെ സൈഡുകളൊക്കെ പൊടിയായിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ ബാക്കി സാധന സാമഗ്രികളും ഒക്കെ ഒന്ന് ഞാനിതാ തുടച്ച് അതിൻ്റെ ഉള്ളത്തെ പൊടിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ഈ റെഡ് സ്വിച്ച് ഇതിലേക്ക് ഘടിപ്പിക്കാനും ഊരാനും ഉള്ളതാണ് കേട്ടോ. പിന്നെ അതിന്റെ കൂടെ യൂസർ മാനുവൽ വരുന്നുണ്ട്. ഇതിന്റെ കൂടെ തന്നെ ഒരു വർഷത്തെ വാറണ്ടിയും ഓല് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിന്റെ ഉള്ളിൽ ഇതെങ്ങനെയൊക്കെ യൂസ് ചെയ്യണം, ഇതിന്റെ ഓരോ കാര്യങ്ങളും എങ്ങനെയാണ് ഓരോ ഭാഗത്തെ ഇതും നമ്പർ കൊടുത്തിട്ട് അതിന് ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെക്ക് ചെയ്താൽ മതിയേ. അങ്ങനെ ഞാനിതാ പുറത്തിറങ്ങിയിരിക്കണ്. ഇന്ന് പുറത്ത് കുറച്ച് ഒരല്ലറ ചില്ലറ ക്ലീനിങ് ഒക്കെ ഉണ്ട്. ഇന്നലെ ഞാൻ മുറ്റം നല്ല വൃത്തിക്ക് അടിച്ചു വരികയാണ്. അതുകൊണ്ട് ഇന്ന് മുറ്റം ചൂല് തൊടുന്ന പരിപാടിയില്ല. പക്ഷേ ഇവിടെ കുറച്ച് പുല്ലൊക്കെ പറിക്കാണ്ട് അത് ഞാൻ ഇന്നലെ കള്ളത്തേക്കാണ് അതൊന്നും പറിക്കാതെ വെറും അടിച്ചു വാരൽ മാത്രമാണ് നടത്തിയത് കേട്ടോ. അപ്പൊ ഇന്ന് നമുക്ക് മുറ്റം അടിച്ചു വാരിയെടുക്കാം. ഇതാണ് നമ്മളെ പഴയ വീട്ടിലെ വാഷ് ബേസിൻ കേട്ടോ. ഇപ്പൊ അതിൻ്റെ ഉള്ളിൽ കൂടെ നോക്കിയാൽ ശൂന്യാകാശം വരെ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇതാണ് ഇപ്പൊ എന്റെ പുല്ലൊക്കെ കൊണ്ടേ ഇടുന്ന സാധനം. അതുകൊണ്ട് മിറ്റടിച്ചാലും ചൂലെടുക്കണില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ, പകരം ഞാൻ ഇതിലേക്ക് ഇങ്ങനെ നിറച്ചിട്ട് കൊണ്ടുപോയി എങ്ങനെ കളയും. അതാണ് ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മഴ ഇങ്ങോട്ട് പെയ്താ ഇഷ്ടം പോലെ പുല്ലായി. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാലിന് വയ്യ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ കമന്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ത് പറ്റിയതാണ്, എന്തായി, മാറിയോ എന്നൊക്കെ ചോദിച്ചിട്ട്. 2 ദിവസം മുന്നേ കാലിന് എന്താണെന്നറിയില്ല പെട്ടെന്ന് ഒരു കാലിന്റെ മടമ്പിന് ഒരു ചെറിയ വീക്കവും വേദനയും അങ്ങനെയൊക്കെ ആയിട്ടാണ് വന്നത് കേട്ടോ. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് കുറവില്ലായിട്ട് ഞാൻ പിന്നെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞത് എവിടെയെങ്കിലും ചിലപ്പോൾ ഇങ്ങനെ മണ്ടിപ്പാഞ്ഞ് സൂപ്പർ ഫാസ്റ്റ് പോലെ നടക്കുന്ന സമയത്ത് എവിടെയെങ്കിലും ചിലപ്പോൾ ഒന്ന് തട്ടിയിട്ടുണ്ടാവും എന്നുള്ളതാണ്. ഞാൻ പിന്നെ ഈ വെല്ല നടക്കലൊന്നും അറിയില്ല കേട്ടോ, സ്പീഡിലേ നടക്കുള്ളൂ. അപ്പം ആ ഒരു ഇതിൽ ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ തട്ടിയാൽ തന്നെ ചിലപ്പോൾ അതൊന്ന് നെവർ മൈൻഡ് ആക്കി വിടും. വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെ ഇങ്ങനെ നല്ലോണം മേത്തക്ക് കൈ പിടിച്ച് വേദനയൊക്കെ വരുമ്പോഴാണ് ശ്രദ്ധിക്കുക. എന്തായാലും നീർക്കെട്ടിനുള്ള മരുന്നും ഗുളിക കിട്ടിയ കുടിച്ചപ്പോൾ ഞാൻ ഓക്കെ ആയിട്ടുണ്ടേനെ. ഇങ്ങനത്തെ ഈ ഞാറ് പോലത്തെ പുല്ലുകളാണ് ഇവിടെ മുറ്റത്ത് അധികം ഉള്ളത്. ഇവലാണ് പറിച്ചെടുക്കുമ്പോൾ ഒരു ലോഡ് മണ്ണ് വില പിന്നാലെ പോരും ചെയ്യും. അങ്ങനെ ഫസ്റ്റ് ബേസിന് റെഡിയായേ. അപ്പോൾ തന്നെ ജനിക്കൂട്ടൻ എണീച്ചിട്ട് കൊണ്ടേനി അതിൽ പിന്നെ ഞാൻ വെല്ല കൈയൊക്കെ കഴുകി അകത്ത് കയറി ഓന് ചായ കൊടുത്ത് അത് കഴിഞ്ഞ് ഞാനും ചായ ഒഴിച്ച് എനിക്ക് നല്ല പോലെ വിശന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് ചായ എടുക്കാൻ നല്ലോണം നേരം വൈകുകയും ചെയ്തിട്ടുണ്ടായിന് കേട്ടോ. അപ്പൊ ഞാനും ചായയൊക്കെ കുടിച്ച് പിന്നെ മുറ്റത്തേക്ക് ഇറങ്ങാൻ നോക്കുമ്പോൾ ഇതാണ് അവസ്ഥ.
ചില ദിവസം ഞങ്ങൾ നല്ല കുട്ടിയാണെങ്കിലും ചില ദിവസം ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. പക്ഷെ ഇതൊന്നും ഞങ്ങൾക്ക് അങ്ങനെ ക്യാമറയിൽ വീഡിയോ എടുത്ത് കാണിച്ചിട്ടൊന്നും വലിയ തീർപ്പതില്ല കേട്ടോ. അതിന്റെ ദേഷ്യം ഇരട്ടിയായിട്ടുണ്ട്. എന്തായാലും ആ പാട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു ബേസണും കൂടി പുല്ല് പറിച്ചിട്ടുണ്ടേനി കേട്ടോ. അങ്ങനെ 2 ബേസൺമേ പുല്ല് പറി അവസാനിപ്പിച്ചിട്ടുണ്ടേനു. പുല്ല് എന്നിട്ടും ബാക്കിയേനി കേട്ടോ. പിന്നെ ഞാൻ ഒരു ചക്കമുറി ഉണ്ടേനി കേട്ടോ. അപ്പൊ അത് വെറുതെ അങ്ങനെ കടന്നാല് ചിലപ്പോ അതങ്ങനെ കേടന്ന് പോകും. ഇങ്ങനെ ചുള പറിച്ച് വെച്ചാൽ പിന്നെ അത് ഇവിടെ കാലിയാവണ പരിപാടി അറിയില്ല കേട്ടോ. അങ്ങനെ ബാക്കിയുള്ള പണികളൊക്കെ തീർത്ത് ഇന്ന് നമുക്ക് ഉച്ചച്ചോറ് ഇവിടെ അല്ല കേട്ടോ, കുടിയിലാണേ. അത് അടുത്ത കച്ചേരി. ക്യാമറ കണ്ടപ്പോഴത്തേനും പിന്നെ ഞങ്ങൾ ഡീസന്റ് ആയി. ഞമ്മള് പെരുന്നാൾക്കൊന്നും കുടിക്ക് പോയിട്ടുണ്ടായിരുന്നില്ലല്ലോ. അതില് പിന്നെ ഇമ്മ ഇങ്ങനെ ചോദിക്കണ്ട് എന്നാ വരിക എന്നുള്ളത്. അപ്പൊ കുടിയിലൊന്ന് വേഗം പോയിട്ട് വേഗം പോകുമ്പോ വരാന്ന് കരുതിയിട്ടാണ് കേട്ടോ. പോണത് തന്നെ ഉച്ചക്കാണേ. ഒരു 4 മണിയാകുമ്പോ തിരിച്ചും പോരും. പിന്നെ എന്തിനാ പോണത് എന്ന് വെച്ചാൽ ഇമ്മാനൊന്ന് കാണണം, കുട്ടികളൊന്ന് കാണണം, പിന്നെ 1-2 ആവശ്യങ്ങളും ഉണ്ട്. അത് കഴിഞ്ഞാൽ തിരിച്ചും ഇങ്ങോട്ടന്നെ എത്തും കേട്ടോ. അങ്ങനെ കുടിയിലെത്തിയപ്പോ ഇമ്മ നല്ല ബീഫ് വരട്ടും നെയ്ച്ചോറും ചിക്കൻ കറിയും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടേനി കേട്ടോ. ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ 2 മണിയായി. ഞങ്ങളൊന്ന് വന്നാ കഴിക്കേനിന്ന് വിചാരിച്ചു. ഓല് ഞങ്ങൾക്കും വേണ്ടി കാത്തു നിൽക്കേനു. ഞങ്ങളാണെങ്കിൽ വിശന്നിട്ട് ഇപ്പൊ കിട്ടിയ ഇപ്പൊ തിന്നുള്ള അവസ്ഥയിലേനു. അങ്ങനെ ഫുഡ് വന്ന പാടന്നെ അതിന്റെ പരിപാടി സലാമത്താക്കിക്കണേ. അത് കഴിഞ്ഞ് അസലുട്ടനൊക്കെ ഇവിടെ സൈക്കിളിന് നല്ല കളിയിലാണ്. എല്ലാരെയും കണ്ടപ്പോ പിന്നെ അസലുകുട്ടന് നല്ല ആക്റ്റീവ് ആയിക്കണം കേട്ടോ. ഓന് ഞങ്ങളൊക്കെ വരുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഒച്ചയും മുളിയും കുറെ ആളൊക്കെ ഉണ്ടാകുന്നതാണ് ഓനിഷ്ടം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞാനൊരു വക ആൾട്ടേക്കണ്. അല്ലെങ്കിൽ നെയ്ച്ചോറും ബിരിയാണിയൊക്കെ തിന്നാ എവിടുന്നാന്നറിയില്ല ഒരു ക്ഷീണം. പിന്നെ നട്ടുച്ചയാണെങ്കിൽ ഒരു ഉറങ്ങാനുള്ള ത്വര അയിലേറെ. അങ്ങനെ ഇവര് രണ്ടാളും സൈക്കിളൊക്കെ ഇടയ്ക്ക് മാറി മാറി ഓട്ടിക്കൊണ്ടൊക്കെ ഇരിക്കണേ. അതിന്റെ ഇടയ്ക്ക് ഞങ്ങള് വന്നപ്പോ കുഞ്ഞിപ്പെണ്ണ് ഉറങ്ങിയിരുന്നു. ഞങ്ങള് വന്നവിട്ട് പിന്നെ ഓളെ വിളിച്ചു ഉണർത്തിയിട്ടുണ്ടേനി കേട്ടോ. അങ്ങനെ ഈ കുഞ്ഞിപ്പെണ്ണിന്റെ ചിരിയും വർത്താനം കാണാനാണ് ഏറെ പൂതിയായിട്ടുണ്ടേനി. ഇമ്മ വിളിച്ചുമ്പോഴൊക്കെ ഇങ്ങനെ പറയും പെണ്ണ് ചിരിക്കുന്നുണ്ട്, അങ്ങനെ വർത്താനം പറയുന്നുണ്ട്, ഇങ്ങനെ വർത്താനം പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇമ്മ ഇങ്ങനെ പറയുമ്പോഴേ ഓളേറെ കാണാൻ പൂതിയാവേനിട്ടാ. അങ്ങനെ ഓളെ വന്ന് ഓളെ കുറേ സമയം കളിപ്പിച്ച് ഞങ്ങള് അവിടുന്ന് ഇവിടെ എത്തണ വരെ നല്ല വെയിലേനിട്ടോ രാവിലെ തൊട്ട്. ഞങ്ങൾ ഇവിടെ എത്തി കുറച്ച് കഴിഞ്ഞേക്ക് ഇതാ ഉച്ച കഴിഞ്ഞ പാട് നല്ലൊരു മഴയൊക്കെ പെയ്തിട്ടുണ്ടേനു. ഈ മഴ കഴിയണോട് കൂടി ഒരിത്തിരി ചായയും കുടിച്ച് ഒരു 4:30 ആയപ്പോ ഞങ്ങൾ ഇതാ തിരിച്ച് അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടേനു കേട്ടോ. അങ്ങനെ പിന്നെ വീട്ടിലെത്തിയിട്ടുണ്ടേനു. ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസ് ഒക്കെ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരാം. അപ്പം ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായം എന്തെങ്കിലും ഒന്ന് കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. ബൈ ബൈ.